സ്ത്രീകളൊക്കെ എത്ര ഹൃദയവായ്പോട് മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നത് എന്നുള്ളതാണ്. ഇതാ നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കാണുന്ന മൊബൈൽ ഫോണുകളിൽ പലതും ആ ഫോണുകളുടെ അങ്ങേ തലക്കൽ വീഡിയോ കോളുകളിൽ മറ്റാളുകളുണ്ട്. അപ്പോൾ കാണുന്നവർ കൂടുതൽ ആളുകളിലേക്ക് ഈ മനുഷ്യൻ്റെ മുഖം അവസാനമായി ഒന്ന് എത്തിക്കുകയാണ്. ഇത്രമാത്രം ഹൃദയവായ്പ അപ്പോൾ ഈ നാടിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ വിവിധ കോണുകളിലുള്ള ആളുകൾക്ക് VS അച്യുതാനന്ദൻ എന്ന അവതാര പുരുഷനോടുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത്രമേൽ വലിയ സ്നേഹം, ഒരു നേതാവിൻ്റെ വിജയം ഇത് തന്നെയാണ്. സ്ത്രീകൾ അദ്ദേഹത്തെ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്, കുട്ടികൾ അദ്ദേഹത്തെ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്, പുതിയ തലമുറ അദ്ദേഹത്തെ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വിലാപയാത്രയുടെ കാഴ്ചയിൽ കാണുന്ന മറ്റൊരു തലമുറ, ഈ പുതിയ തലമുറ എന്ന് വിശേഷിപ്പിക്കാവുന്ന, യുവാക്കളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവരുടെയൊക്കെയും ഓർമ്മകളിൽ പോലും ഒരുപക്ഷെ, അല്ലെങ്കിൽ നേർത്ത ഓർമ്മകളിൽ മാത്രമായിരിക്കും VS മുഖ്യമന്ത്രിയായിരുന്ന കാലമൊക്കെ ഉണ്ടാകുക. അത്രയും ചെറുപ്പക്കാരാണ്. 2006 മുഖ്യമന്ത്രി പദത്തിലേക്ക് VS അച്യുതാനന്ദൻ എത്തുന്നത്. അപ്പോൾ ആ കാലയളവിൽ 5ഓ 10ഓ മാത്രം വയസ്സൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ അവരുടെയൊക്കെയും ഉള്ളിൽ VS അച്യുതാനന്ദൻ എന്ന ഓർമ്മ അത് വളരെ വലുതാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അദ്ദേഹം പൊതുപ്രവർത്തന ജീവിതത്തിൽ നിന്നൊക്കെ ഒരു വലിയ ഇടവേളയിൽ മാറി നിന്ന ആൾ കൂടിയാണ്. പക്ഷേ സജീവമായി VS ഉണ്ടായിരുന്നു ഈ സമൂഹത്തിൽ എന്നുള്ളത് നമ്മളെ അതിശയപ്പെടുത്തുന്ന കാഴ്ച കൂടിയായി ഈ ദൃശ്യങ്ങൾ മാറുക കൂടിയാണ്. അങ്ങേയറ്റം വൈകാരികമായ രംഗങ്ങളാണ് ആ റോഡിന് ഇരുവശവും കാണുന്നത്. വികാര വായ്പോടെ ആളുകൾ VS അച്യുതാനന്ദനെ ചേർത്ത് നിർത്തുകയാണ്. അവർക്കൊക്കെയും പറയാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുമുണ്ട്. അവരിൽ ആരും ഒരുപക്ഷെ അദ്ദേഹത്തെ മുൻപ് നേരിട്ട് കണ്ടവരായിരിക്കില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ നിലയിൽ VS അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ച സമരങ്ങളുടെ ഗുണഭോക്താക്കളായി മാറിയ ജനങ്ങളാണ് അവർ എന്നുള്ളതാണ്. ഇതാ നമ്മൾ ആകാശ ദൃശ്യമാണ് കാണുന്നത്. റോഡ് കാണാൻ പോലും ആകുന്നില്ല, ആ നിലയിൽ അവിടെ വലിയ ജനത്തിരക്കാണ്. അവരൊക്കെയും ആ വാഹനത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. ചെറിയ ചെറിയ നദികൾ ചേർന്ന് കടലാകുമെന്ന് നമ്മൾ പറയുന്നത് ഇതാ അക്ഷരാർത്ഥത്തിൽ ശരിയാകുകയാണ്. തിരുവനന്തപുരം പോലൊരു നഗരത്തിലാണ് VS അച്യുതാനന്ദനെ പോലൊരു നേതാവിനെ കാണാൻ ഇത്രമാത്രം ആളുകൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഉറപ്പായും ഈ നാട്ടിൽ തിരുവനന്തപുരത്ത് ഉള്ളവർ മാത്രമല്ല, നാടിൻ്റെ തന്നെ, കേരളത്തിൻ്റെ തന്നെ വിവിധ തുറകളിൽ നിന്നും VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്കി കാണാനായി എത്തിയവരാണ്. ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിൽ വലിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ തിരക്കെന്ന് നമ്മൾ കരുതി. ഇന്നലെ AKG സെൻറ്ററിലെ കാഴ്ചകൾ കണ്ടപ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾക്ക് എങ്ങനെ ഒരു മനുഷ്യനെ കാണാനായി എത്താനാകുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. പക്ഷേ ആ അത്ഭുതത്തെയൊക്കെ മാറ്റി നിർത്തുന്ന തരത്തിലാണ് ഇന്ന് രാവിലെ ദർബാർ ഹാളിലെ ദൃശ്യങ്ങൾ കണ്ടത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഏകദേശം ആളുകളൊക്കെയും പൂർണ്ണമായും ദർബാർ ഹാളിലെത്തി VSനെ, അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ടിട്ടുണ്ടാകുമെന്ന്. പക്ഷേ വീണ്ടും അതിശയിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളിതാ അവരുടെ നേതാവിനെ ഇങ്ങനെ ഹൃദയത്തിലേറ്റുവാങ്ങുകയാണ്. ആ മുദ്രാവാക്യം വിളികളോടെ VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ അവർ അന്ത്യാഭിവാദ്യം നേരുകയാണ്. അന്ത്യയാത്രയാണ്. VSന്റെ തട്ടകമായിരുന്ന തിരുവനന്തപുരം. ആലപ്പുഴ കഴിഞ്ഞാൽ VS ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിരുന്ന തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾ, വലിയ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാലയളവിനൊക്കെയും സാക്ഷ്യം വഹിച്ച നാടുകൂടിയാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായിരുന്ന കാലം, അതിനുശേഷം മുഖ്യമന്ത്രിയാകുന്ന കാലം, ഈ കാലയളവിലൊക്കെയും തിരുവനന്തപുരം എന്ന നഗരം VS എന്ന നേതാവിൻ്റെ കർമ്മമണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ നഗരത്തിനോട്, ആ നാടിനോട് VS അച്യുതാനന്ദൻ എന്ന നേതാവ്, ജനകീയനായ കമ്മ്യൂണിസ്റ്റ് ഇതാ യാത്ര പറയുക കൂടിയാണ്. സ്ത്രീകളാണ് വാസ്തവത്തിൽ ഈ വിലാപയാത്രയിൽ ഉടനീളം നമ്മളെ അതിശയപ്പെടുത്തുന്ന കാഴ്ച. അത് ഇന്നലെ VS അച്യുതാനന്ദൻ്റെ മരണവിവരം അറിഞ്ഞ ഘട്ടം മുതൽ തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും ഇന്നിപ്പോഴുമൊക്കെയായി ഇത്രമേൽ സ്ത്രീകൾ ഇങ്ങനെ വന്നു ചേരുമ്പോഴാണ് അവരൊക്കെയും പറഞ്ഞതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള VSന്റെ ആർജവത്തിനു വേണ്ടി അങ്ങനെ ഒരു നല്ല നാളെയെ അവർക്കൊക്കെയും സമ്മാനിക്കുന്ന തരത്തിൽ, പേടി കൂടാതെ പൊതുനിരത്തുകളിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാവുന്ന തരത്തിൽ ഈ നാടിനെ മാറ്റാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ള നിലയിൽ അവരൊക്കെയും VSനെ സ്നേഹവായ്പോടെ നെഞ്ചോട് ചേർക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള VSന്റെ പോരാട്ടങ്ങൾ. 80 വയസ്സിന് ശേഷവും VS കയറിയിറങ്ങിയ മലകൾ, VS താണ്ടിയ കുന്നുകൾ, VS താണ്ടിയ ദൂരങ്ങൾ, മലഞ്ചെരുവുകൾ, മലയോരങ്ങൾ, ഇതൊക്കെയും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, അതിശയപ്പെടുത്തിയിട്ടുണ്ട്. 80 വയസ്സിന് ശേഷം ഹിന്ദി പഠിക്കാനായി പുറപ്പെട്ട VS അച്യുതാനന്ദനെ കുറിച്ച് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ KV സുധാകരൻ പറയുന്ന ഓർമ്മകൾ കൂടി നമ്മൾ കേട്ടു. ഇത് നോക്കൂ, ആ മനുഷ്യൻ. നഗരസഭ ജീവനക്കാരുണ്ട് മാമ, നഗരസഭ ജീവനക്കാരുണ്ട് മാമ, നിങ്ങൾ മരിക്കില്ല.
നഗരസഭാ ജീവനക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഗരസഭയിലേക്ക് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒന്ന് കാണാനായി എത്തുകയാണ്. ഇതെന്തൊരു കാഴ്ചയാണിത്. വി എസ് അച്യുതാനന്ദൻ അല്ലാതെ മറ്റാർക്കുണ്ടാക്കാൻ കഴിയുന്നൊരു കാഴ്ചയാണിത്. വാസ്തവത്തിൽ വി എസിൻ്റെ വിടവാങ്ങൽ ഹൃദയത്തെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോഴും ഈ കാഴ്ചകൾ അത് ഹൃദയം നിറയ്ക്കുന്നതാണ്, കണ്ണുകൾ നിറയ്ക്കുന്നതാണ്. തൊണ്ടയിടറിക്കൊണ്ടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കാനാകാത്തതാണ്. ആ മനുഷ്യരെ പോലെ ഇത്ര സാധാരണക്കാരായ ആളുകൾക്ക് ഞങ്ങളുടെ നേതാവ്, അദ്ദേഹം വി എസ് മാമൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാലത്ത് ആളുകൾ സ്നേഹവായ്പോടുകൂടി വിശേഷിപ്പിച്ചിരുന്നൊരു വിളി കൂടിയായിരുന്നു. അച്ചുമാമൻ എന്നൊക്കെ വിളിക്കുന്ന കുട്ടികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ നാട്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹവും ആ വിളി ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ എത്ര വിളികളാണ്, സ്നേഹപൂർവ്വമായ എത്ര വിശേഷണങ്ങൾ, എത്ര അഭിസംബോധനകൾ സ്വന്തമായി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു വി എസ് എന്നുള്ളത് കൂടി ഈ ദൃശ്യങ്ങൾ, ഈ കാഴ്ചകൾ നമ്മളോട് പറയുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മുതൽ വി എസിൻ്റെ ആദ്യകാല പോരാട്ടങ്ങൾ മുതൽ അവിടെ നിന്നുമാണ് തൊഴിലാളി പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഘട്ടം മുതലാണ് വി എസിൻ്റെ പോരാട്ടങ്ങളുടെ തുടക്കം. അങ്ങനെ ഒരു വലിയ തരത്തിൽ വിവേചനം നേരിട്ടിരുന്ന, അടിമത്തം നേരിട്ടിരുന്ന, ചൂഷണം നേരിട്ടിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ നടുവിലേക്ക് തങ്ങൾ ചൂഷണത്തിന് വിധേയരാകുകയാണ് എന്ന് തിരിച്ചറിയാൻ പോലും ആകാത്തൊരു ജനതയുടെ നടുവിലേക്ക് ചെന്ന് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ കൂടി പഠിപ്പിച്ച മനുഷ്യനാണ്. അങ്ങനെ ആദ്യത്തെ പാഠങ്ങൾ ആ മനുഷ്യരെ പഠിപ്പിച്ച ശേഷം സംഘടിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അവരെ ബോധ്യപ്പെടുത്തിയ മനുഷ്യനാണ്. തൊഴിൽ ചൂഷണത്തിനെതിരെ പ്രതികരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ അവരെ പഠിപ്പിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ അങ്ങനെ ഒരുപാട് കോണുകളിൽ ആളുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഒരു വലിയ കണ്ണി ഉണ്ടാക്കി, തൊഴിലാളികളുടെ ഒരു വലിയ കണ്ണി. ആ കണ്ണിക്ക് അഭിമാനബോധത്തിൻ്റെ വലിയ ചരിത്രം കൂടി പറയാനുണ്ട്, അവകാശബോധത്തിൻ്റെ വലിയ ചരിത്രം കൂടി പറയാനുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം ആ കണ്ണികളിൽ ചേർന്ന മനുഷ്യനെയായിരിക്കണം അല്പം മുമ്പ് നമ്മൾ കണ്ടത്. മാറി നിൽക്കാനാകില്ല, ഈ കാഴ്ചയിൽ നിന്നും മാറാനാകില്ല എന്ന് ആ മനുഷ്യൻ ഹൃദയവായ്പോടുകൂടി പറയുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ ഒരു യാത്രയയപ്പ് ഒരു കമ്മ്യൂണിസ്റ്റിന് വാസ്തവത്തിൽ കിട്ടാനില്ല എന്നതുകൂടി നമ്മൾ പറയുകയാണ്. സാധാരണക്കാരായ ജനങ്ങളാണ്. മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടുകളിലൂടെ വളർന്നു വന്ന നേതാക്കളല്ല ഇവരാരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങൾ എല്ലാ കാലവും അതിനിശിതമായി വിമർശിച്ച നേതാക്കൾ കൂടിയാണ്. ഇന്നിപ്പോൾ വി എസിനെ പോലുള്ള നേതാക്കളൊക്കെയും വിടവാങ്ങുമ്പോൾ വി എസിൻ്റെ ജനകീയത അവരൊക്കെയും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരുന്ന കാലയളവിൽ അതിക്രൂരമായ വേട്ടയാടലുകൾക്ക് കൂടി ഇരയാക്കപ്പെട്ട നേതാക്കളാണ് ഇവരൊക്കെയും. അപ്പോൾ മാധ്യമങ്ങളുടെ അത്തരം വേട്ടയാടലുകൾക്കിടയിലും എന്താണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത് അവർ ജനങ്ങളുമായി എങ്ങനെ സംവദിച്ചു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ കാഴ്ചകളും ഈ ദൃശ്യങ്ങളും മാറുക കൂടിയാണ്. എല്ലാ കാലവും വി എസിൻ്റെ നാവിൻ്റെ ചൂടുകൂടി അറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങളായാലും പ്രതിപക്ഷത്തെ നേതാക്കളായാലും. ഒരു തെരഞ്ഞെടുപ്പിനെ വന്ധ്യവയോധികനായ വി എസിനെ പോലെ ഒരാളാണോ നയിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് പറയുമ്പോൾ തലനരയ്ക്കുവതല്ല എൻ്റെ വാർദ്ധക്യം, തലനരയ്ക്കുവതല്ല എൻ്റെ വൃദ്ധത്വം എന്ന് തുടങ്ങുന്ന എല്ലാ കാലവും വി എസിലൂടെ മാത്രം നമ്മൾ കേൾക്കുന്ന വരികൾ. വാസ്തവത്തിൽ അതിന് മറ്റൊരു ശില്പിയുണ്ട്, പക്ഷേ അദ്ദേഹത്തെ നമുക്കറിയില്ല. ആ വരികൾ എല്ലാ കാലവും നമുക്ക് വി എസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ കടുത്ത ഭാഷയിൽ വി എസിൻ്റെ നാവിൻ്റെ ചൂട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയുകയും ചെയ്തിട്ടുണ്ട്. അത് മാധ്യമങ്ങളും പലകുറി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. നമ്മൾ ഈ പറയുന്ന ജനകീയത, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ്, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന വികാരവായ്പ, ഇതിനെയൊക്കെയും വിശേഷിപ്പിക്കുമ്പോഴും പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ആ നിലയിൽ ഉറച്ച ഭാഷയിൽ, മൂർച്ചയേറിയ ഭാഷയിൽ പ്രതികരിക്കാൻ അതാരോടായാലും ശരി, അത് രാജാവിനോടായാലും പാതിരിയോടായാലും ഇന്ന് വിലാപയാത്രയിൽ വി എസിനെ കാണാൻ വന്ന ഒരാൾ പറയുന്നത് പെട്ടെന്ന് ഓർക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ആരോടായാലും ശരി പ്രതികരിക്കേണ്ടത് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിയുന്ന നേതാവ് കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നുള്ളതാണ്.